എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാവുകയോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞ സ്നാനം ഏതാണ്? ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സ്നാനം ഏതാണ്? കർത്താവിൻ്റെ പീഡാസഹനങ്ങളാണ്. ഈ പീഡാസഹനങ്ങളെ ഈശോ എന്തെന്നാണ് വിളിക്കണത്? സ്നാനം എന്നാണ് വിളിച്ചിരിക്കുന്നത്. പിടിയാ, ഈ സ്നാനം നിൻ്റെ കുടുംബത്തിലെ പീഡാസഹനങ്ങൾ, നിൻ്റെ കുടുംബത്തിൻ്റെ രോഗമാകാം, നിൻ്റെ കുടുംബത്തിൻ്റെ ചിലപ്പോൾ നിരാകരിക്കപ്പെട്ട അവസ്ഥയാകാം, നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിലൂടെയും കർത്താവ് കടന്നു പോയതാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കടന്നു പോകുന്ന എല്ലാ മേഖലകളെയും കടന്നുപോയ കർത്താവിനെ നിൻ്റെ പീഡാസഹനങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജീവിതത്തെ നീ സമീപിക്കുകയാണ്. ഇപ്പം നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത് എന്ന് പറയുന്നത്, നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ ഭാരങ്ങളാണ് അവൻ വഹിച്ചത്. ഐശയ്യാ 53:7 ഇല്ലേ? ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ കഷ്ടപ്പാടുകൾ, ഭാരങ്ങൾ, തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, when you take the name of Jesus Christ, you receive Jesus. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിലെടുത്താൽ കർത്താവിനെ സ്നാനപ്പെടുന്ന പോലെയാകും. നിൻ്റെ വേദന, നിൻ്റെ രോഗം, നിൻ്റെ പീഡ, നീ അനുഭവിക്കുന്ന തെറ്റിദ്ധാരണ, നീ അനുഭവിക്കുന്ന സംശയ രോഗങ്ങൾ, അത് നിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നോ കംപ്ലൈൻറ്റ്. പിന്നെ കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ പാടില്ല. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ മരിയൻ ഫോർമാറ്റിലേക്ക് നിൻ്റെ ജീവിതം ക്രമീകരിക്കും. എന്താണ്? അമ്മയ്ക്ക് കിട്ടിയ എല്ലാ സഹനങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്ന കാരണം അമ്മ പിന്നെ എന്ത് ചെയ്യും? ഹൃദയത്തിൽ സംഭരിക്കും, മിണ്ടത്തില്ല. ഈ അക്കൗണ്ടിലേക്ക്, മരിയൻ അക്കൗണ്ടിലേക്ക് ഇത് കരി ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൗനമാണ്.